നമസ്കാരം. 50,000 രൂപ പ്രതിഫലവും എല്ലാത്തിലും നജിങ്കോയുടെ പേരും വയ്ക്കാം എന്ന് ഉറപ്പ് നൽകി. അപ്പോൾ അതിൻ്റെ തിരക്കഥാകൃത്ത് സന്തോഷ് എച്ചിക്കാനം കടന്നു വന്നു. സന്തോഷ് എന്നോട് പറഞ്ഞു, ഉറപ്പായിട്ടും ദിനേശേട്ടാ നാളെ മുതൽ ഷൂട്ടിംഗ് സ്ഥലത്ത് വരുന്ന എല്ലാവരോടും പറയാം കഥ നജിങ്കോയുടെ. കാരണം നജിങ്കോയാണ് എനിക്ക് കഥ പറഞ്ഞു തന്നത്. ഞാനത് കേട്ടിട്ടാണ് തിരക്കഥ എഴുതിയത്. ഞാൻ പറഞ്ഞോളാം ചേട്ടാ എന്ന് അയാളും ഉറപ്പ് വന്നു. പടം ചിത്രീകരണം പൂർത്തിയായി, എല്ലാ പണിയും കഴിഞ്ഞു, സെൻസറിങ് കഴിഞ്ഞു, അവാർഡിന് അയച്ചു. തിയേറ്ററിൽ വന്നിട്ടില്ല, ഈ നേരം വരെ വന്നിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞ് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുന്നു. മികച്ച കഥാകൃത്ത് എൻ്റെ ഗുരുനാഥൻ ഒരു ഉളുപ്പുമില്ലാതെ സ്റ്റേജിൽ കയറി മോഷ്ടിച്ച കഥയുടെ അവാർഡ് വാങ്ങി. ഫെഫ്കയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അച്ചടക്ക നടപടിയെടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു അവതാരം എൻട്രി ആവുന്നു. ദിനേശേ, ഞാനും നീയും മാത്രമാണ് ഹരിച്ചേട്ടൻ്റെ ഈ ശിഷ്യന്മാർ. നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം. നമ്മൾ ഗുരുവിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. ഫെഫ്കയിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആ നജിങ്കോയെ നമ്മളങ്ങ് തള്ളിക്കളയണം. ഒറ്റയ്ക്ക് നിന്നോണ്ടാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. കാരണം ശരിയുടെ ന്യായത്തിൻ്റെ പക്ഷത്തെ നിൽക്കുമെന്ന് മുഖത്ത് നോക്കി ഞാൻ ആ ശിഷ്യനോട് പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ്റെ പ്രഥമ ശിഷ്യനോട്. അയാൾ എന്നെ പോക്സോ കേസിൽ പ്രതിയാക്കി പകരം വീട്ടി. ഇതാണ് ഇന്നത്തെ സിനിമാ ലോകം. സത്യസന്ധതയ്ക്ക് ഒരു വിലയും തരില്ല, പകരം പോക്സോ പ്രതിയാക്കും. അടുത്ത പടത്തിലും എൻ്റെ ഗുരുനാഥൻ അടുത്ത തിരക്കഥാകൃത്തിനെ പറ്റിച്ചു, KV മോഹൻകുമാർ IAS. ആ കഥ ഇനിയൊരിക്കൽ ഞാൻ പറയാം. പറ്റിച്ചു, IAS പറ്റിച്ചു. പ്രൊഡ്യൂസർ അവരെ ഉണ്ടാക്കി കൊടുത്ത IAS പറ്റിച്ചു. ബുധനാഴ്ച പറഞ്ഞ കഥ പ്രിൻസിപ്പൽ ഒളിവിൽ എന്ന പ്രദർശന വിജയം നേടിയ ചിത്രത്തെപ്പറ്റിയും അതിൻ്റെ കഥാകാരനും തിരക്കഥാകാരനും സംവിധായകനുമായ ഗോപികൃഷ്ണയെ പറ്റിയുമായിരുന്നല്ലോ. ആ പ്രോഗ്രാമിൻ്റെ അവസാനം ഈ സംവിധായകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ചതിയുടെ കഥ വെള്ളിയാഴ്ച പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. ആ കഥ പറയാനാണ് സിനിമാ രംഗത്തെ മോഷണങ്ങളെപ്പറ്റി ഇത്രയും വിശദമായി പറഞ്ഞത്. 1982, അതായത് 44 വർഷം മുമ്പ് നാന സിനിമാ വാരിക നടത്തിയ തിരക്കഥാ മത്സരത്തിൽ ഈ പറഞ്ഞ ഗോപികൃഷ്ണൻ ഒരു തിരക്കഥ അയക്കുന്നു മത്സരത്തിന്. വേട്ട എന്നാണ് ആ ടൈറ്റിലിട്ടിരുന്നത് ആ തിരക്കഥയ്ക്ക്. TV കൊച്ചുബാവയുടെ ബലൂൺ അടക്കം നാന തിരക്കഥാ മത്സരത്തിൽ വിജയിച്ച തിരക്കഥകളായിരുന്നു. ബലൂണ് നാന തന്നെ രവി ഗുപ്തനെ കൊണ്ട് സംവിധാനം ചെയ്യിച്ച് സിനിമയാക്കുകയും ചെയ്തു. 1982 വേട്ടയുടെ തിരക്കഥയ്ക്ക് 2ാം സ്ഥാനം ലഭിച്ചു. അവാർഡ് പ്രഖ്യാപനം പുറത്തു വന്നപ്പോൾ സിനിമയാക്കാൻ പലരും സമീപിച്ചു ഗോപികൃഷ്ണനെ. ഒരു നാടക കമ്പനിയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളായിരുന്നു വേട്ടയുടെ കഥ. സിനിമയിലെ തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും ഒന്നും ഗോപികൃഷ്ണൻ പഠിച്ചു തുടങ്ങിയിട്ടില്ല. അങ്ങനെയുള്ള പ്രായമായിരുന്നു അപ്പോൾ. ആ സമയത്ത് ബെൻ മാർക്കസ് സംവിധാനം ചെയ്യുന്ന, നവാഗതനായ ബെൻ മാർക്കസ് സംവിധാനം ചെയ്യുന്ന പ്രൊഫസർ ജോർജ് ഓണക്കൂർ തിരക്കഥയും സംഭാഷണവും എഴുതിയ എന്ന സിനിമയിൽ സംവിധാന സഹായിയായി പ്രവർത്തിക്കുകയായിരുന്നു ഗോപികൃഷ്ണൻ. പിന്നെ ലയം എന്ന പേരിലാണ് തിയേറ്ററിലെത്തിയത്. എന്ന് പറഞ്ഞ പടത്തിൻ്റെ, അല്ലെങ്കിൽ ലയം എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് PA ലത്തീഫാണ്. ലത്തീഫിനെയും മലയാളികൾക്ക് അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. രാരിച്ചൻ എന്ന പൗരനിൽ ബാലതാരമായി തുടങ്ങി പിന്നെ പ്രൊഡക്ഷൻ മാനേജരും എക്സിക്യൂട്ടീവും നിർമ്മാതാവും ഒക്കെയായി വളർന്ന ആളാണ് PA ലത്തീഫ്. എൻ്റെ നല്ല അടുപ്പക്കാരനായിരുന്നു. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ KG ജോർജ് അവസരങ്ങൾ തേടി കോടമ്പക്കത്ത് വന്നപ്പോൾ രാമു കാര്യട്ടിൻ്റെ മുന്നിലേക്ക് എത്തിച്ചത് PA ലത്തീഫായിരുന്നു. മരണം വരെ ആ നന്ദി KG ജോർജിനുണ്ടായിരുന്നു. KG ജോർജും PA ലത്തീഫും മരണം വരെയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും ഇപ്പോൾ ഇല്ല. ചിത്രീകരണം നടക്കുമ്പോൾ മികച്ച 2ാമത്തെ തിരക്കഥയായി വേട്ട തിരഞ്ഞെടുക്കപ്പെട്ട വാർത്തകൾ വന്നു പത്രങ്ങളിൽ. നിങ്ങളുടെ വേട്ട ഒരു സംവിധായകന് വായിക്കാൻ കൊടുക്കാമോ എന്ന് PA ലത്തീഫ് ഗോപികൃഷ്ണനോട് ചോദിക്കുന്നു. ഗോപികൃഷ്ണൻ സന്തോഷത്തോടെ കൊടുക്കുന്നു തിരക്കഥ. ഇഷ്ടപ്പെട്ടാൽ ഇത് സിനിമയാക്കും എന്ന ഉറപ്പും PA ലത്തീഫ് കൊടുത്തു. 1978-80 കാലഘട്ടത്തിൽ ഗോപികൃഷ്ണൻ തൻ്റെ നാടായ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള കൊറ്റാമത്ത് സുഹൃത്തുക്കളുമായി ചേർന്ന് സത്യൻ തിയേറ്റേഴ്സ്
എന്നൊരു അമച്ചർ നാടക ട്രൂപ്പ് തുടങ്ങി. താണ്ഡവം എന്ന നാടകം ഗോപികൃഷ്ണൻ തന്നെ എഴുതി സത്യം തിയേറ്റേഴ്സ് അവതരിപ്പിച്ചു. നാടകം നന്നായി ശ്രദ്ധിക്കപ്പെട്ടു. അവസരങ്ങൾ ഒരുപാട് കിട്ടി, സ്റ്റേജുകൾ. അക്കാലത്ത് ആ നാടക ട്രൂപ്പിൽ നടന്ന രസകരമായ സംഭവങ്ങൾ വച്ചാണ് വേട്ട എന്ന തിരക്കഥ ഉണ്ടാക്കിയത് ഗോപികൃഷ്ണൻ. തിരക്കഥ കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഏതോ ഒരു സിനിമ നെയ്യാറ്റിൻകരയിലും പരിസരങ്ങളിലും ഷൂട്ടിംഗ് നടക്കുന്നു എന്ന് ഗോപികൃഷ്ണൻ അറിഞ്ഞു. ഈ സിനിമ റിലീസായപ്പോഴാണ് ചിത്രീകരണം നടന്നത് യവനികയാണ് എന്ന് ഗോപികൃഷ്ണൻ അറിയുന്നത്. നമ്മുടെ നാട്ടിൽ ചിത്രീകരിച്ച സിനിമയിൽ നാടകമാണ് പശ്ചാത്തലം എന്നറിഞ്ഞ് ഗോപികൃഷ്ണൻ കാണാൻ പോയി. തൻ്റെ വേട്ട യവനികയായി സ്ക്രീനിൽ വരുന്നത് കണ്ടിരുന്നു ഗോപികൃഷ്ണൻ. ആകെ വേട്ടയിലില്ലാത്ത മാറ്റം കഥ ഫ്ലാഷ് ബാക്കായിട്ടാണ് പറയുന്നത്. പിന്നെ നാടകരംഗത്തെ കുലപതിയായ എസ്.എൽ. പുരം സദാനന്ദൻ്റെ നാടക അനുഭവങ്ങളും ഡയലോഗുകളും വേട്ടയിൽ നിന്ന് മാറ്റം ഉണ്ടാവുമല്ലോ. ഈ മാറ്റം വരുത്താൻ കെ.ജി. ജോർജ് ആദ്യം സമീപിച്ചത് മറ്റൊരു നാടകാചാര്യനായ കെ.ടി. മുഹമ്മദിനെ ആയിരുന്നു. അദ്ദേഹം എഴുതിയതിനോട് എന്തുകൊണ്ടോ കെ.ജി. ജോർജിന് തൃപ്തി വന്നില്ല. ബമ്പന്മാരോട് എതിർക്കാൻ നിൽക്കാതെ സുഹൃത്തായ അഡ്വക്കേറ്റ് വി.എൻ. ഗോപാലകൃഷ്ണൻ നായരെ കണ്ട് ഗോപികൃഷ്ണൻ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പ്രകാരം ഹൈക്കോടതിയിൽ ഒരു കേസ് അങ്ങ് ഫയൽ ചെയ്തു. കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചു. തിയേറ്റർ കളക്ഷൻ്റെ അന്നുള്ള DCR ഡെയിലി കളക്ഷൻ റിപ്പോർട്ട് അടക്കം ഗോപികൃഷ്ണൻ അയക്കാൻ കോടതി ഉത്തരവിട്ടു. അവധിക്കാല കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത്. കേസ് വാദം കേൾക്കുന്നതിനായി മാറ്റിവെച്ചു. DCR അടക്കം ഗോപികൃഷ്ണന് വരുന്നതും അവധിക്കാലം കഴിഞ്ഞ് കോടതി തുറക്കുമ്പോൾ കേസ് വാദം കേൾക്കും എന്നുള്ളതും എല്ലാം പത്രങ്ങളിൽ വന്നു. നാണക്കേടല്ലേ? തിരക്കഥ മോഷ്ടിച്ചവൻ വി.എൻ. ഗോപാലകൃഷ്ണൻ നായരെ ബന്ധപ്പെട്ടു. അഡ്വക്കേറ്റ് വി.എൻ. ഗോപാലകൃഷ്ണൻ നായരെ ബന്ധപ്പെട്ടു. പ്രശ്നം ഒത്തുതീർപ്പിലാക്കാൻ ഇടപെടണം എന്ന് അഭ്യർത്ഥിച്ചു. ഗോപാലകൃഷ്ണൻ നായർ ഇടപെട്ട് ഒരു തുക വാങ്ങിക്കൊടുത്ത് പരാതി പിൻവലിക്കപ്പെട്ടു. P.A. ലത്തീഫാണ് അഡ്വക്കേറ്റ് വി.എൻ. ഗോപാലകൃഷ്ണൻ നായരെ ചെന്ന് കണ്ട് ഇത് ഒത്തുതീർപ്പിലെത്തിക്കണം എന്ന് പറഞ്ഞത്. എൻ്റെ നല്ല അടുപ്പക്കാരനാണ് അഡ്വക്കേറ്റ് വി.എൻ. ഗോപാലകൃഷ്ണൻ നായർ സാർ. ഞാൻ അദ്ദേഹത്തെ ഇന്ന് രാവിലെ വിളിച്ചു. ഇത് റെഡിയാക്കുന്നതിനിടയിൽ അദ്ദേഹത്തെ വിളിച്ചു. പ്രമാദമായൊരു കേസിനായി പോകാൻ നോട്ടെടുക്കുന്ന സമയത്തായിപ്പോയി എൻ്റെ ഫോൺ കോൾ. 10:36 ഞാൻ വിളിച്ചത്. അരമണിക്കൂർ തികച്ചില്ല കോടതി ഓപ്പൺ ആവാൻ. വിശദമായി നമുക്ക് വൈകുന്നേരം 4 മണിക്ക് ശേഷം സംസാരിക്കാം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിനു മുന്നേ ഈ സ്റ്റോറി ചിത്രീകരിക്കപ്പെടും എന്ന് ഞാൻ പറഞ്ഞതുമില്ല അദ്ദേഹത്തോട്. ഒരു ചെറുപ്പക്കാരൻ തൻ്റെ അനുഭവത്തിൽ നിന്നും എഴുതിയുണ്ടാക്കിയ തിരക്കഥ മത്സരത്തിൽ 2ാം സ്ഥാനം വാങ്ങുന്നു. ആ കഥ വായിക്കാൻ വാങ്ങിയിട്ട് കട്ടെടുക്കുന്നു. കേസായപ്പോൾ ചെറിയൊരു തുക കൊടുത്ത് ഒതുക്കുന്നു. അവിടെയും തീർന്നില്ല യവനികയുടെ ചതി. ഈ തിരക്കഥയിൽ നാടക പശ്ചാത്തലം ആയതിനാൽ കെ.ടി. മുഹമ്മദിനെ കൊണ്ട് മാറ്റി എഴുതാൻ പോകുന്നു. കുറ്റാന്വേഷണമായതിനാൽ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറുന്നു. എസ്.എൽ. പുരത്തിനെ കൊണ്ട് എഴുതിക്കുന്നു. എന്നിട്ട് തിരക്കഥാ സംഭാഷണം എസ്.എൽ. പുരം സദാനന്ദനും കെ.ജി. ജോർജും എന്ന് ടൈറ്റിലിൽ വയ്ക്കുന്നു. 2 പേർക്കായി സംസ്ഥാന അവാർഡ് വിഭജിക്കുന്നു. 2 പേരും അവാർഡ് വേദിയിൽ കയറി പങ്കിടുന്നു. മികച്ച ചിത്രത്തിൻ്റെ അവാർഡും മികച്ച സഹനടൻ്റെ അവാർഡും ആ വർഷം യവനികയായിരുന്നു. മികച്ച സഹനടൻ തിലകൻ, മികച്ച സംവിധായകൻ, മികച്ച ചിത്രത്തിൻ്റെ അവാർഡ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, കെ.ജി. ജോർജിന് അതിനും കിട്ടിയ അവാർഡ്. എസ്.എൽ. പുരം മരിച്ചു കഴിഞ്ഞപ്പോൾ യവനിക തിരക്കഥാ പുസ്തകമാക്കി പുറത്തു വന്നു. തിരക്കഥാ പുസ്തകം പുറത്തു വരുമ്പോൾ അതിൽ വച്ചിരിക്കുന്ന ടൈറ്റിൽ ഒരൊറ്റ പേരേ ഉള്ളൂ, കെ.ജി. ജോർജിൻ്റെ പേര് മാത്രം. എസ്.എൽ. പുരത്തിൻ്റെ മകൻ ജയസൂര്യ കേസ് കൊടുത്ത് മുന്നോട്ട് പോയി. പുസ്തകം ഇറക്കിയ മാതൃഭൂമി പുസ്തകത്തിൻ്റെ കച്ചവടം നിർത്തിവെച്ചു. നമ്മൾ മാന്യന്മാരെന്ന് കരുതുന്ന സിനിമാക്കാരുടെ എത്ര കപട മുഖങ്ങളാണ് ഈ ചാനലിലൂടെ നമുക്ക് പറയേണ്ടി വരുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാറ്റിയുടെ ആദ്യത്തെ ചെയർമാനാണ്. എന്നെ വലിയ ഇഷ്ടമാണ് ജോർജ് സാറിന്. അദ്ദേഹം ഒരു ചെക്ക് കേസിലെ പ്രതിയായി തിരുവനന്തപുരത്ത് ഹാജരാവാൻ വന്നു കോടതിയിൽ. നാളെയാണ് കേസ്. ഇന്ന് എന്നെ വിളിച്ചു, ദിനേശേ എവിടെ ഉണ്ട് ദിനേശേ? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. ഈ വസ്തുവിൻ്റെ കരം തീർത്ത രസീതുണ്ടോ? ഞാൻ പറഞ്ഞു വസ്തുവുണ്ട്, കരവും തീർത്തിട്ടുണ്ട്. എന്ത് സാർ? അല്ല ഈ വർഷത്തെ കരം തീർത്ത രസീതുണ്ടോ? ഞാൻ പറഞ്ഞില്ല. അയ്യോ തൊലഞ്ഞല്ലോ.
നാളെ രാവിലെ 10 മണിക്ക് ഓഫീസ് തുറക്കുമ്പോൾ ആ കാരം തീർത്ത രസീതുമായി എനിക്കൊരു ജാമ്യം എടുക്കാൻ വരാമോ? ഞങ്ങൾക്ക് എന്ത് കേസ് സാർ? ഒരു ചെക്ക് കേസാ. ഞാൻ വരാം സാർ. ഞാനങ്ങനെ നേരം വെളുത്തറ തന്നെ പോയി ഓഫീസ് തുറന്നപ്പോൾ തന്നെ കോടതി പോകാനാണെന്നൊക്കെ അവരുടെ കാര്യം പറഞ്ഞപ്പോൾ നിയമത്തില്ലേ പെട്ടെന്ന് കരം തീർത്ത് തന്നു. അതുകൊണ്ട് ഞാൻ ജാമ്യം നിന്നിട്ടുണ്ട് ജോർജ് സാറിന്. അതുപോലെ എന്ത് കാര്യം പറഞ്ഞാലും ഒരു ദിവസം എന്നെ ജഗദീഷ് ശിവകുമാർ വിളിക്കുന്നു. ഞാനത് ഇതിൽ പറഞ്ഞോന്ന് എനിക്കറിയില്ല. എൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ ജഗതിയാണ് ഡബ് ചെയ്യാനുള്ളത്. രാത്രി എന്നെ അമ്പിളിച്ചേട്ടൻ വിളിച്ചു. ദിനേശേ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലുണ്ട്. നാളെ രാവിലെ എപ്പോൾ ഡബ്ബിങ്? ഞാൻ പറഞ്ഞു ചേട്ടൻ പറയുന്ന സമയം. പിന്നെ എനിക്ക് രാവിലെ സൂര്യ ടി വിയിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടേ. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരുവല്ലത്ത് എത്തിക്കൊള്ളാം, ചിത്രാഞ്ജലി എത്തിക്കൊള്ളാം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചേട്ടാ, ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നാൽ മതി, ഞാൻ വേറെ ആരെങ്കിലും വെച്ച് ഡബ്ബിങ് തുടങ്ങാം. ഞാൻ അതിനല്ല ദിനേശ് ഇപ്പോൾ വിളിച്ചേ. ചേട്ടാ എന്ത് ചേട്ടാ? ദിനേശ് എൻ്റെ കയ്യിൽ കാശുണ്ടോ? എന്ത് ചേട്ടാ? അല്ല കാശുണ്ടോ അത് പറ. ഞാനുണ്ട്. എനിക്ക് നാളെ രാവിലെ ഒരു 25,000 രൂപ എൻ്റെ വീട്ടിൽ കൊണ്ട് തരാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹം വിളപ്പിശാലയ്ക്ക് അടുത്താണ് താമസിക്കുന്നത്, ഒരു വില്ലയിൽ. ഞാൻ പറഞ്ഞു എത്തിക്കാം. എങ്ങനെ എത്തിക്കും? ഞാൻ പറഞ്ഞു ചന്ദ്രൻ പനങ്ങോടിനോട് പറഞ്ഞിട്ട്, പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഈ പൈസ കൊടുത്തയക്കാം. അത് പറ്റില്ല, നീ രാവിലെ 8 മണിക്ക് മുമ്പ് എനിക്ക് കൊണ്ടു തരണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരാം. ദിനേശ് ഒരു ജീവൻ്റെ പ്രശ്നമാണ്, അകത്തായി പോവും, കൊണ്ടുവരുമോ? ഞാൻ പറഞ്ഞു പിന്നെ ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുവരാൻ ചേട്ടാ എന്നൊന്ന് ഫോൺ വെച്ചു. ഞാൻ രാവിലെ എൻ്റെ ആക്റ്റീവയിൽ വീട് ഇറങ്ങാത്തതുകൊണ്ട് അന്വേഷിച്ച് വില്ലയിൽ ചെല്ലുമ്പോൾ വലിയ ഗേറ്റാണ്. ആ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു ലുങ്കി മാത്രം എടുത്ത് ഉടുപ്പൊന്നും ഇടാതെ അമ്പിളിച്ചേട്ടൻ ഇങ്ങനെ ഉലാത്തുകയാണ്. എന്നെ കണ്ടതും ഭയങ്കര സന്തോഷം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ വിടർന്ന ചിരി. വാ എന്ന് പറഞ്ഞു. ഞാൻ നേരെ അകത്തേക്ക് കയറി ചെന്നു. നമുക്ക് വീട്ടിൽ ഇരുന്ന് സംസാരിക്കാം. ഞാൻ ഒന്നും വേണ്ട ചേട്ടാ, ഇവിടെ ഒന്ന് പറയാം. എന്തേ? അല്ല ഒരു ജീവൻ മരണ പോരാട്ടമാണ് ദിനേശേ. എനിക്ക് നല്ല കുറച്ചാണെങ്കിലും 2-3 പടങ്ങളിൽ നല്ല വേഷം തന്ന ആളല്ലേക്ക് ജോർജ് സാർ. ഞാൻ പറഞ്ഞതേ, അദ്ദേഹത്തിന് കോടതി കെട്ടിവയ്ക്കാൻ എന്നെ വിളിച്ചൊരു 25,000 രൂപ കേട്ടു. സത്യത്തിൽ ബാങ്ക് തുറന്നൊക്കെ എടുത്ത് വരുമ്പോൾ ലേറ്റാവും, പിന്നെ പുലിവാലും ആവും, വീട്ടിൽ ചോദിക്കും എന്തിനാ ആ കൊടുക്കാമെന്നൊക്കെ ചോദിക്കും. ആ തലവേദന ഒഴിവാക്കാനാണ് ഞാൻ നിന്നോട് കൊണ്ടുവരാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ പറഞ്ഞത് ശരിയല്ല, ദിനേശ് എന്തിന് വന്നെന്ന് വീട്ടുകാർ വെക്കൂല. അപ്പോൾ 25,000 രൂപ ഉണ്ടെന്ന് എവിടെ കൊടുക്കാൻ, അത് ഇന്നാ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വഴക്കാവില്ല. ഞാൻ ഇവിടെ ചേരാം എന്നാൽ 25,000 രൂപ അമ്പിളിച്ചേട്ടന് കൊടുക്കുകയും അമ്പിളിച്ചേട്ടൻ ആ പൈസ ജോർജ് സാറിന് എത്തിക്കുകയും അത് കോടതിയിൽ എന്തോ കെട്ടിവെച്ചൊക്കെ ഇറങ്ങാനും അങ്ങനെയും ഞാൻ സഹായിച്ചിട്ടുണ്ട് ജോർജ് സാറിനെ. എപ്പോഴും തുറന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ എന്തു പറ്റിയെന്നറിയില്ല, യവനികയുടെ കഥയും മോഷ്ടിച്ച് യവനിക തിരക്കഥ എഴുതിയ 2 പേര് കയറി സംസ്ഥാന അവാർഡ് വാങ്ങിച്ചിട്ട് പുസ്തകത്തിൽ ഒരാളുടെ പേര് മാത്രം വയ്ക്കുന്നത് ശരിയാണോ? ആ ജയസൂര്യ എന്ന് പറഞ്ഞ മകനെ സമ്മതിക്കണം. ജയസോമയാണ് പോയത് കേട്ടോ, ജയസൂര്യ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ജയസൂര്യ എന്നാണ്. ജയസൂര്യ ഒരു തണുപ്പനാണ്, പാവമാണ് സംവിധായകൻ. ജയസോമ ടെററാണ്. SL പുരം സദാനന്ദ സാറിൻ്റെ സ്വഭാവം എനിക്ക് തോന്നുന്നു ജയസോമയ്ക്കാണ് കിട്ടിയത്. ജയസോമ പോണടം വരെ പോകാമെന്ന് പറഞ്ഞ് കേസിന് പോയി. അതിനെല്ലാ പിന്തുണയും ഞാൻ കൊടുത്തു. എന്നെ കാണാൻ ഒരു ദിവസം ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ടാഗോർ തിയേറ്ററിൽ വരികയും അന്ന് അവിടെ അതിൻ്റെ ക്യാമറാമാനായിരുന്ന രാമേന്ദ്ര ബാബു സാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്നൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ബാബു സാറും പറഞ്ഞു അത് SL പുരം തന്നെയാണ് എഴുതിയത്, ജോർജ് അല്ല എന്ന് ജോർജിൻ്റെ മനസാക്ഷിയായ ബാബു സാർ പോലും പറഞ്ഞു. എന്നിട്ടും ആ പുസ്തകം ഇറങ്ങിയപ്പോൾ തിരക്കഥ KG ജോർജ് എന്ന് മാത്രം വെച്ച്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഡയലോഗാ SL പുരം എഴുതിയത്, തിരക്കഥ എൻ്റെതാ, തിരക്കഥ ഗോപികൃഷ്ണൻ്റെതാണ്, മനസ്സിലായില്ലേ? ഇങ്ങനെ മോഷ്ടിക്കാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ പറഞ്ഞ പലരും ജീവിച്ചിരിപ്പില്ല, പക്ഷേ ജയസോമ ജീവിച്ചിരിപ്പുണ്ട്, ഗോപികൃഷ്ണൻ ജീവിച്ചിരിപ്പുണ്ട്. വളരെ മോശമായി ഇല്ലേ? ഇങ്ങനെ മോഷ്ടിക്കാമോ യവനികയുടെ കഥ? നോട്ടബിളായൊരു സിനിമയല്ലേ? ഒരു ചെറുപ്പക്കാരൻ, പുതിയ പയ്യൻ, നാനാ തിരക്കഥാ മത്സരത്തിൽ കൊടുത്തു 2ാം സ്ഥാനം വാങ്ങിച്ച തിരക്കഥയെ പോലും പരസ്യമായി മോഷ്ടിക്കുന്ന നാടാണ് എന്ന് പറയാനാണ് ഈ എപ്പിസോഡ് ഞാൻ ചെയ്തത്. നിങ്ങൾക്കിഷ്ടപ്പെട്ടിരിക്കും, ഈ പുതിയ വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.